വെള്ളത്തിൽ മണലിലാക്കിയിട്ടുള്ളത്. എന്താ ഫുള്ള് പൂക്കള്, നല്ല രസമുണ്ട്. വെറൈറ്റി പൂവ്, ഇതൊരു പൂവ്. ಮುಂದಿನ ಕುಸ್ತಿ ಈ ದಿನದ അപ്പോൾ ഇന്നിവിടെ മൈസൂർ അരമനയിലെ വിന്റർ ഫ്ലവർ ഷോ അല്വാ, വിന്റർ ഫ്ലവർ ഷോ നടന്നുകൊണ്ട് ഞാൻ പിന്നെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ മോൻ രണ്ടാൾ വന്നിന്. പിന്നെ ഇവിടെ കുസ്തി ഉണ്ട്, നല്ല നല്ല പൂക്കളെല്ലാം ഉണ്ട്. നമുക്കൊരു റൗണ്ട് കാണാം അല്വാ, നോടണല്ല. പിന്നെയും നമ്മൾ മൈസൂർ അരമനയിലേക്ക് പോയിന്. ഇന്ന് ഇവിടെ എന്ത് വിശേഷം പറഞ്ഞെങ്കിൽ വിന്റർ ഫ്ലവർ ഷോ പറഞ്ഞാൽ ഈ തണുപ്പ് കാലത്തിൽ വരുന്നങ്ങനത്തെ പൂക്കളുടെ ഷോ. അപ്പോൾ ഈ തണുപ്പ് കാലത്തിൽ വരുന്നങ്ങനത്തെ വിധവിധമായ പൂക്കളുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് കാണാം. ഇതന്നെ എൻട്രൻസ്. ഇവിടെ തന്നെ പൂക്കൾ സ്റ്റാർട്ട്. ഇവിടെ കാണുന്ന പൂക്കൾ എന്തെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഇത് വീഡിയോ കാണുന്നവർ ആർക്കൊക്കെ ഇത് അറിഞ്ഞെങ്കിൽ കമൻറ്റിൽ അറിയിക്കും. അപ്പോൾ വിന്റർ ഫ്ലവർ ഷോ എൻട്രൻസ് ഇത് തന്നെ. ഇവിടെ വലുതായിട്ട് ബോർഡ് കിട്ടുന്നു വിന്റർ ഫ്ലവർ ഷോ പറഞ്ഞിട്ട്. ഇവിടെ തന്നെ പൂക്കളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. വിധവിധമായ പൂക്കളുണ്ട്. അല്ലെങ്കിൽ ഇത് നൈറ്റ് അതേ ദിവസം പോയിട്ട് കുടിച്ചതിനെ കൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേന്നുള്ളത് അറിയുന്നില്ല. ഭയങ്കര ഒച്ചപ്പാട് കൂടിയതിനെ കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ആഡിയോനെ മ്യൂട്ടാക്കിന്. എന്താ പറഞ്ഞാൽ അതിൽ അപ്പുറത്ത് മൈക്ക് കൂടെ ഒരു പാട്ട് പാടിക്കൊണ്ടുണ്ടായി. അതെല്ലാം നമ്മളുടെ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടെങ്കിൽ അതെല്ലാം കോപ്പിറൈറ്റ് വരും. അതിനെ കൊണ്ട് അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ അതെങ്ങനെ ശരിയാക്കണമെന്ന് നമുക്കറിയില്ല. അതിനെ കൊണ്ട് അതിനെ ബന്ധാക്കിന്. അപ്പോൾ ഇതിവിടെ കാണുന്ന പൂ തന്നെ ഫ്ലോക്സ്. എല്ലാ പൂക്കളുണ്ട്. പൂക്കൾ നമുക്ക് അറിയാത്ത പൂക്കൾ, അറിയണങ്ങനത്തത് എല്ലാവും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നോക്കുന്ന ആൾക്കാർക്ക്, നമ്മളുടെ കുടുംബക്കാർക്ക് ഏത് പൂവിൻ്റെ പേരറിയാം ആ പേരിനെല്ലാം കമൻറ്റിൽ അറിയിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനത്തെ പൂവിനുള്ളത്. അല്ലെങ്കിൽ ഇത് വിന്റർ ഫ്ലവർ ഷോ അന്ന് നൈറ്റ് ഇനാഗ്രേഷൻ ആയത്. ഇത് സാൽവിയ പൂവ്. നൈറ്റ് ഇനാഗ്രേഷൻ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഫസ്റ്റ് ഷോ ഫസ്റ്റ് ടിക്കറ്റ് അങ്ങനെ പറഞ്ഞിട്ട് അന്ന് തന്നെ പോയി നോക്കുമ്പോൾ അത് നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല. അപ്പോൾ വീഡിയോ എന്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്കറിയില്ല. ഇല്ലതിൽ ഒപ്പിച്ചിട്ട് പൊടിച്ചിന്. അപ്പോൾ നമുക്ക് പൂക്കളിനെ കണ്ടിട്ട് ആസ്വാദിക്കാം. എന്താ പറഞ്ഞ വിധവിധമായ പൂക്കൾ, എല്ലാ പൂക്കളും ഒരേ സ്ഥലത്തിൽ കാണുമ്പോൾ നമുക്ക് ഏത് പൂവിനെ കാണണോ ഏതിനെ ഒഴിവാക്കണോ എന്നില്ല കൺഫ്യൂസ് ഉണ്ടാവും. അതിനെ കൊണ്ട് ഒരു സൈഡിൽ നിന്ന് എല്ലാവും ഞാൻ നോക്കിക്കൊണ്ട് പോയി. അപ്പോൾ നിങ്ങൾക്കും അതിനെ കാട്ടിക്കൊണ്ടുണ്ട്. നിങ്ങളും നോക്കിയിട്ട് ആസ്വദിച്ചിട്ട് എനിക്ക് എന്താ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പൂക്കളുടെ പേര് എനിക്ക് വാട്സാപ്പിൽ കമൻറ്റിൽ അറിയിച്ചെങ്കിൽ നമുക്ക് സന്തോഷമാവും. പിന്നെ നമുക്ക് ആ പൂവിൻ്റെ പേരും മനസ്സിലാവും. അപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റിൽ കാണുന്നത് തന്നെ അരമനൻ്റെ മുന്നിൽ തന്നെ പൂക്കളുടെ ഷോ ഒരുക്കിയിട്ടുള്ളത്. അതിനെ കൊണ്ട് പുറത്തൊന്നല്ല, ദസറ സമയത്ത് പുറത്താക്കൂ. ഈ പ്രാവശ്യം വിന്റർ ഫ്ലവർ ഷോ അരമനൻ്റെ അകത്തന്നെ ആക്കിയിട്ടുണ്ടായി. പിന്നെ എനിക്കും ഇത് പുതിയതായിട്ടുള്ള ഒരു കാഴ്ചയായ കൊണ്ട് അന്ന് ഏത് ദിവസം ഇത് ഇനാഗ്രേഷൻ ആവുകൊണ്ട് അതേ ദിവസം മെനക്കെട്ടിട്ട് ഞാൻ പോയിട്ട് എടുത്ത്. എന്താ പറഞ്ഞെങ്കിൽ നമ്മളുടെ സൗകര്യം പോലെ പോയെങ്കിൽ ആ പൂവെല്ലാം വാടിയിട്ട് കാണാൻ അത്ര പാങ്ങുണ്ടാവില്ല. അതിനെക്കൊണ്ട് അന്നേ പോയി. ഇതിതാ ഈ പൂവിൻ്റെ പേര് തന്നെ വർബേന. നമ്മൾ പൂ കാണലും വേറെ, അതിൻ്റെ പേരും അത്ര തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേര്. ഓരോരോ പൂക്ക് ഓരോരോ മാതിരി വിചിത്രമായ അങ്ങനത്തെ പേരുകൾ. അപ്പോൾ ഇതന്നെ വിന്റർ ഫ്ലവർ ഷോ. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇതിൽ അറിയുന്ന ഏത് മനസ്സിലാവും അങ്ങനത്തെ പൂക്കളുണ്ട്, മനസ്സിലാവാത്ത പൂക്കളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമോ. അപ്പോൾ മനസ്സിലാവാത്ത പൂവ്, മനസ്സിലായ പൂക്കൾ ഏതുണ്ട് അതിന് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചെങ്കിൽ നമുക്കും മനസ്സിലാവും. അപ്പോൾ വിന്റർ ഫ്ലവർ ഷോ ഇതിങ്ങനെ ഉണ്ട്. വിധവിധമായ പൂക്കളും അതിൻ്റെ കൂടെ തണുപ്പും. ഇത് അവിടെ നമുക്ക് മനസ്സിലാക്കിയ ഇത് ഈ തണുപ്പ് കാലത്തിൽ തന്നെ ഉണ്ടാവുന്ന അങ്ങനത്തെ പൂക്കൾ. അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ ഷോ കാട്ടിക്കൊണ്ടില്ലതിനുള്ള വിവരം കിട്ടീന്. അതിന് അത് നേരെ എന്താണില്ല നമുക്കത്ര
ഒരു പിടുത്തമില്ല. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നമുക്കും പറഞ്ഞു തരും. ഇത് ദസറ സമയത്ത് ഇതേമാതിരത്തെ ഒരു ഫ്ലവർ ഷോ നടക്കും. ആയെങ്കിൽ ആ സമയത്ത് ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാവില്ല, വലിയ വലിയ പൂക്കളും പിന്നെ പൂവിൽ തന്നെ ഡെക്കറേഷൻ ആക്കി അങ്ങനത്തെ വിധവിധമായ സ്റ്റാച്യൂകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുക്കും ഇതൊക്കെ കമ്പയർ ആക്കിയെങ്കിൽ ഇത് ഒരു ജാതി ഡിഫറെൻ്റ് ആയിന്. ഇത് ജേനിയ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിൽ ഇത് നോക്കണമെന്നില്ലങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സമയത്ത് മൈസൂർക്ക് വിസിറ്റ് ആക്കിയെങ്കിൽ മൈസൂർ അരമനയിൽ ഇങ്ങനത്തെ ഒരു വിൻ്റർ ഫ്ലവർ ഷോ ഒരുക്കിന്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് സൗകര്യം പോലെ കണ്ടിട്ട് ആസ്വദിച്ചോല. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇങ്ങനെ ആയെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി ഇനി നല്ലോണം കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിൽ നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സമയത്തേക്ക് വന്നെങ്കിൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടേ ഉണ്ട്. ടിക്കറ്റ് 50 റുപ്യ ചാർജ്. 50 റുപ്യ കൊടുത്തിട്ട് അകത്ത് കയറിയെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഒരു മോശവും ഇല്ല. നല്ല നല്ല പൂക്കളിനെ കണ്ടിട്ട് വരാം. ഇത് പൂവിൽ തന്നെ ഒരു ഇത് ടെമ്പിൾ എന്തോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പൂവ്. ആ ഇതേതോ ടെമ്പിള്. ഫുൾ ഫ്ലവർ പൂവിൽ തന്നെ ആക്കിയിട്ടുള്ളത്. ഇതിന്റെ ഡയറക്റ്റ് ഇത് ഓപ്പോസിറ്റ് തന്നെ അരമന. നല്ല പാങ്ങുണ്ട്. ഇതന്നെ ഇത് ഇവിടെ എന്ത് കാണൽ പറഞ്ഞ ഇവിടെ എന്ത് സ്റ്റാച്യു കൊടുത്തിന്. ഇത് നമ്മളുടെ കർണാടകത്തില് സാളുമರದ തിമ്മക്ക എന്ന് പറയും. ഇവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല. അപ്പൊ ഇവർ ആക്കിയ പണി എന്ത് പറഞ്ഞെങ്കിൽ ഈ ചെടി മരങ്ങളിനെല്ലാം നെട്ട് വളർത്തല്. ഇത് അതിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിന്. ഇവര് 114 കൊല്ലം ജീവിച്ചിന്. ഇപ്പായിട്ട് ഇവര് മരണപ്പെട്ടിട്ടുള്ളത്. ഒരു 8000ക്ക് മുകളിൽ അങ്ങനത്തെ വലിയ വലിയ ആളത മര പറയോ അങ്ങനത്തെ മരത്തിനെല്ലാം നട്ട് വളർത്തിയവര്. ഇവർക്ക് പത്മഭൂഷണ പ്രൈസ് എല്ലാം കിട്ടീന്. ഭയങ്കര ഫേമസ് ആയ ഒരു നല്ല വയസ്സില്ല ഒരു പെണ്ണുങ്ങള്. നമ്മൾ ഇവിടെ കർണാടകത്തിൽ വരുന്ന സാളുമರದ തിമ്മക്ക എന്ന് പറയൂ. ഇവർക്ക് ഇതാ പത്മശ്രീ പ്രശസ്തിയും കിട്ടിയിരുന്നു. എന്താ ആന്റിരിനം ഇതാ ഇന്ത്യ വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയല്ലേ. ഇത് വേൾഡ് കപ്പ് ട്രോഫി. റൗണ്ട് പൂനെ സെറ്റിംഗ് ആക്കിയിട്ട് അതിന്റെ സെന്ററിൽ ട്രോഫി വെച്ചിട്ടുള്ളത്. വേൾഡ് കപ്പ് ട്രോഫി. എന്താ ഫുള്ള് പൂക്കള്. ഇതൊരു വെറൈറ്റി പൂ കണ്ട. സിനേരിയ ഇതിന്റെ പേര്. ഇതിതാ കാസ്മാസ് വെള്ള കളർ പൂവ്. മൊത്തത്തില് പൂ തന്നെ.
ഇതൊരു പൂ കണ്ട, ഫുള്ള് ബ്ലൂ. നല്ല രസമുണ്ട്, വെറൈറ്റി പൂവ്. എന്താ രസല്ലേ, ഈ ഒരു ഒതുക്കി വെച്ചിട്ടുള്ള സ്റ്റൈൽ അങ്ങനെ ഉണ്ട്. അതിനെ കൊണ്ട് കാണാൻ നല്ല പാങ്ങുണ്ട്. ഇതൊരു പൂ കണ്ട, എന്താ ഇതിന്റെ പേരെന്തെങ്കിലും അറിഞ്ഞെങ്കിൽ ദയവ് ചെയ്തിട്ട് നമുക്ക് കമന്റിൽ അറിയിക്കേ. യെല്ലോ ചെണ്ടുപൂ. യെല്ലോ ചെണ്ടുപൂ ഇത് പകൽ കാണാൻ ഇനിയും പാങ്ങുണ്ടാവും. ഞാൻ പിന്നെ ഇന്ന് ഫ്രഷ് ആയിട്ടിരിക്കട്ടെ പൂക്കള് അപ്പഴേ പിടിക്കാ വീഡിയോ പറഞ്ഞിട്ട് ഇന്നേ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇനാഗ്രേഷൻ ആയിട്ട് 1 മണിക്കൂർ ആയിട്ടുള്ളൂ, അത്ര തന്നെ. ഇതൊരു പൂവ്. എന്താ രസല്ലേ പൂക്കള്. പൂക്കള് ഇഷ്ടമില്ല ആൾക്കാരെല്ലാം ലൈക്ക് അടിക്കാനേ. എന്താ പറഞ്ഞ ഇന്നേ ഇത് തുടങ്ങിയ ഫ്ലവർ ഷോ ഫ്രഷ് ആയിട്ടിരിക്കട്ടെ പറഞ്ഞ് ഇന്നേ വീഡിയോ ആക്കിയോണ്ടുണ്ട്. ഇനി നമ്മളുടെ പൂവിന്റെ അന്തച്ചന്ത കണ്ടാ മതി. നല്ലതായിട്ടുണ്ട് പൂക്കള്. അതിന്റെ ഇടയിൽ നമ്മളുടെ ആർമിക്ക് സംബന്ധപ്പെട്ടത് ഏതോ ഒരു ഫൈറ്റർ ജെറ്റിനെ നിർത്തിന് നമ്മളുടെ ഏതോ ഒരു കമാൻഡറിന്റെ ഫോട്ടോ ഉണ്ട്. ಸಾರಿ, ഇത് കമാൻഡർ നമ്മളുടെ ഷിപ്പ് നെവി. ഇത് രണ്ടാമത്തെ ഫൈറ്റ്, വലിയ ആൾക്കാരുള്ളത് സ്റ്റാർട്ട്. കുസ്തി ಈಗ ನಡೀತಾ ಇರೋಂಥ ಕುಸ್ತಿ ಸರ್ ರಾಮನಹಳ್ಳಿಯ ಪೈಲ್ವಾನ್ ಸರ್ ಸರ್ ಮೈಸೂರಿನ ಪೈಲ್ವಾನ್ ವಿನಾಯಕ್. ಮುಂದಿನ ಕುಸ್ತಿ ಕುರ್ಬಾರಳ್ಳಿಯ ಮನೋಹರ್ ಅಬ್ರಾರ್ ಹುಸೇನ್. പാരമ്പരികമായിട്ടില്ല അങ്ങനത്തെ കളി. ഇത് ಮೊಹಮ್ಮದ್ കുസ്തി ಕಾಸಿಂ ರವರ ಮೊಮ್ಮಗ പണ്ട് രാജാമാരുടെ കാലത്തിൽ കളിച്ചോണ്ടായ കളി അത് ഇപ്പവും ഉണ്ട്. ಹಲೋ ಹೇಳ್ದೆ ನಾನು ಹೇಳಿ ಮಾತಾಡಲೇ ಇಲ್ಲ. ಅಮ್ಮನ ಕೇಳ್ತಿದ್ದ, ಅಣ್ಣ ಕೇಳ್ತಿದ್ದ ಅಂದೆ. ಸರಿ ಸರಿ ಆಯ್ತು. ಸಿಗ್ಲಿ ಇರೋ, ಫೋನ್ ಮಾಡಿಕೊಡ್ತೆ. ಮೈಸೂರು ಒಂದೇ ಮೈಸೂರು ಹೋಯ್ತಾ ಆಯ್ತು ಕಡೆ ಹೋಯ್ತಾ. ಈಗ ನಡೀತಾ ಇರೋಂಥ ಕುಸ್ತಿ ರಾಮನಹಳ್ಳಿಯ ನಂದನ್ ಗೌಡ, ಮೈಸೂರು ಪೈಲ್ವಾನ್ ವಿನಾಯಕ್ ತೀರ್ಪುಗಾರರಾಗಿ
ಗಂಜಾಮಿನ ಪೈಲ್ವಾನ್ ಮಂಜಣ್ಣವರು ಮತ್ತು ಇಟ್ಟಿಗೆಗೂಡಿನ ಪೈಲ್ವಾನ್ ಸುಪುತ್ರರು ತೀರ್ಪುಗಾರರಾಗಿ ಸಹಕರಿಸ್ತಿದ್ದಾರೆ. ಹಲೋ. ಮುಂದಿನ ಕುಸ್ತಿ ಕುರ್ಬಾರಳ್ಳಿ ಪೈಲ್ವಾನ್ ಮನೋಹರ್, ಮೈಸೂರಿನ ಅಬ್ರಾರ್ ಹುಸೇನ್. ಮುಂದಿನ ಕುಸ್ತಿ ಬನ್ನಿ, ತೀರ್ಪುಗಾರ ಏನು ಹೇಳ್ತಾರೋ ಅದನ್ನು ಕೇಳಬೇಕು. ನಡೀತಾ ಇರೋಂಥ ಕುಸ್ತಿ ಡಾಮ್ರಳ್ಳಿಯ ಪೈಲ್ವಾನ್ ನಂದನ್ ಗೌಡ, ಮೈಸೂರಿನ ಪೈಲ್ವಾನ್ ವಿನಾಯಕ್. ಈಗ ನಡೀತಾ ಇರೋಂಥ ಕುಸ್ತಿ. ಮುಂದಿನ ಕುಸ್ತಿ ಕುರ್ಬಾರಳ್ಳಿ ಪೈಲ್ವಾನ್ ಮನೋಹರ್, ಮೈಸೂರಿನ ಅಬ್ರಾರ್ ಹುಸೇನ್. ಯಾರು ಮಳತ್ತಿಟ್ಟು ಕೆಡ್ತು ಅವ್ರು ಜಯಿಸಗಣ. ಹೇಳಮ್ಮ. ಹಲೋ ಹಲೋ. ಟೈಮ್ ಅಪ್. ಕುಸ್ತಿ ಸಮವಾಗಿದೆ. ಮುಂದಿನ ತೀರ್ಪುಗಾರರಿಗೆ ಧನ್ಯವಾದಗಳು. ಮುಂದಿನ ಕುಸ್ತಿ ಮನೋಹರ್ ಕೈದಪ್ಪ. രണ്ടാമത്തെ മാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ನಡೀತಾ ಇರೋಂಥ ಕುಸ್ತಿ ಮೈಸೂರಿನ ಅಬ್ರಾರ್ ಹುಸೇನ್, ಕುರ್ಬಾರಳ್ಳಿಯ ಪೈಲ್ವಾನ್ ಮನೋಹರ್. ತೀರ್ಪುಗಾರರಾಗಿ ಮಂಡಿ ಪೈಲ್ವಾನ್ ಮಹಮ್ಮದ್ ಅಣ್ಣವರು ಮತ್ತು ಇಟ್ಟಿಗೆಗೂಡಿನ ಪೈಲ್ವಾನ್ ಪ್ರವೀಣ್ ಅವರು ತೀರ್ಪುಗಾರರಾಗಿ ಸಹಕರಿಸ್ತಿದ್ದಾರೆ. ಮುಂದಿನ ಕುಸ್ತಿ, ಈ ದಿನದ ಕಡೆಯ ಕುಸ್ತಿ ಗಾಯತ್ರಿಪುರಂ ಪೈಲ್ವಾನ್ ಭುವನ್, ರಾಜೀವ್ ನಗರದ ಮೊಹಮ್ಮದ್ ಆಯನ್. ಹೆಂಗಿದೆ ಫೈಟು? ಹಾಗೂ ಚೆನ್ನಾಗಿದೆಯಾ? ಕಡೆಯ ಕುಸ್ತಿ ಕುಸ್ತಿಯಲ್ಲಿ ಕುರ್ಬಾರಳ್ಳಿಯ ಪೈಲ್ವಾನ್ ಮನೋಹರ್ ಅವರು ಇವರು ಜಯಸಾಲರಾಗಿದ್ದಾರೆ. ಜಯಿಸಿಟ್ಲದು. ತೀರ್ಪುಗಾರರಿಗೆ ಧನ್ಯವಾದಗಳು. ಭುವನ್ ವಿನ್ನರ್ ಮೊಹಮ್ಮದ್